കരുവന്നൂർ വിഷയത്തില് അനീഷ് കുമാറും ജില്ലാ ടീമും ഒപ്പം തന്നെ സംസ്ഥാന നേതാക്കന്മാരും തൃശ്ശൂരുള്ളവരടക്കം ഉള്ളവര് ശക്തമായ സമര പ്രതിരോധത്തിന് തയ്യാറായി. ജനങ്ങളുടെ കൂടെ നിന്നു, ജനകീയ സമരം ഏറ്റെടുത്തു. ആ ജനകീയ സമരം വിജയിച്ചത് സുരേഷ് ഗോപിയിലൂടേതാണ്. അതുകൊണ്ട് ആ സമരം BJP തുടരുക തന്നെ ചെയ്യും. ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഒരു ജനകീയ സമരം തുടരുക തന്നെ ചെയ്യും. അനീഷ് കുമാറിനെതിരെ കള്ളക്കേസ് എടുത്തത് കൊണ്ട് ഇവിടുത്തെ സാധാരണ പ്രവർത്തകർക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധ്യമല്ല. നിരവധി സമരങ്ങൾ നേരിട്ടിട്ടുള്ള അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ 2010 യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ നിരവധി സമരങ്ങൾക്ക് നേരിട്ട് ആള് നേതൃത്വം നൽകിക്കൊണ്ടാണ് ഞങ്ങളൊക്കെ അന്ന് യുവമോർച്ച ജില്ലാ ഭാരവാഹികളായിരുന്നു. അപ്പോൾ അന്നു മുതൽ തന്നെ പാർട്ടിക്ക് വേണ്ടി നിരവധി സമരങ്ങൾ നയിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിനെ ഒരു 107 കേസ് എടുത്തുകൊണ്ടോ അതുപോലെ തന്നെ ആൾക്ക് ജാമ്യമില്ലാ വകുപ്പുകൾ ഇട്ടുകൊണ്ട് കേസ് എടുത്തുകൊണ്ടോ ഈ പാർട്ടിക്ക് ഒന്നും വരാൻ പോകുന്നില്ല. നമസ്കാരം. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം തൃശ്ശൂരിലെ BJP നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്യാനും ജയിലിലടക്കാനും വേണ്ടിയിട്ടുള്ള വ്യാപകമായിട്ടുള്ള പരിശ്രമങ്ങൾ ഇപ്പോൾ പോലീസിന്റെയും ഇവിടുത്തെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, അതിനുശേഷം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്, ഇതെല്ലാം തൃശ്ശൂരിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം BJP ഉണ്ടാക്കുമെന്നുള്ള ഒരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ രീതിയിൽ പ്രതിരോധം തീർക്കാൻ ഇടതുപക്ഷം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി സജീവമായിട്ട് പ്രവർത്തിച്ച തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ കാര്യകർത്താക്കളാണ് നമ്മോടൊപ്പം ചേരുന്നത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ബിബിച്ചേട്ടൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളോട് പ്രതികരിക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോ അനീഷ് കുമാറിനെതിരെ KK അനീഷ് കുമാർ ജില്ലാധ്യക്ഷനെതിരെ ഇപ്പോൾ ഒരു വലിയ ഗൂഢാലോചന ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുകയാണ്. അനവധി കേസുകൾ അദ്ദേഹത്തിന്റെ തലയിൽ വെച്ചു കൊടുക്കുന്നു, ജയിലിലാക്കാൻ ശ്രമിക്കുന്നു. എന്താണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിച്ചത് സുരേഷ് ഗോപിക്ക് വേണ്ടി വിജയത്തിലേക്ക് നയിച്ചതും നമ്മുടെ അഡ്വക്കേറ്റ് KK അനീഷ് കുമാറാണ്, ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹത്തെ CPM നോട്ടമിട്ടിരിക്കുകയാണ്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലെ വിജയത്തിന്റെ പൊൻകൊടി ഭാരതീയ ജനതാ പാർട്ടി പാറിക്കുമെന്ന് ഉള്ള അസൂയ കൊണ്ട് ഓരോ കേസുകള് ജില്ലാ പ്രസിഡന്റായാലും പ്രവർത്തകർക്കായാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരായാലും CPM പോലീസും കള്ളക്കളിയും ഇതിൻ്റെ ഒപ്പമുണ്ട് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ ഇടതുപക്ഷത്തിന് വലിയ ഭയമായിരിക്കുകയാണ് തൃശ്ശൂർ ജില്ലയെ, അല്ലെ? ഇപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യകർത്താക്കളും വലിയ രീതിയിൽ സജീവമാണ്. ഇലക്ഷൻ മുന്നും ഇലക്ഷൻ ശേഷവും ഇതൊരു വലിയ വിജയത്തിലേക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. അതില് ഭാരതീയ ജനതാ പാർട്ടി തൃശ്ശൂർ കോർപ്പറേഷൻ ഭരണം തന്നെ പിടിക്കും എന്നാണ് ഇവിടുത്തെ പ്രവർത്തകരെ ആത്മവിശ്വാസം. ചേട്ടാ നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ BJPയുടെ ജില്ലാ അധ്യക്ഷനെതിരെ ഇങ്ങനെ ഒരു കേസ് എടുത്തിരിക്കുകയാണ്. വലിയ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇടതുപക്ഷം. എന്താണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിയന്തരാവസ്ഥയെ നേരിട്ടിട്ടുള്ള കരുത്തറ്റ ഒരു പ്രസ്ഥാനമാണ്. ഞങ്ങളുടെ കഴിഞ്ഞ തലമുറയെ കള്ളക്കേസിൽ കൊടുക്കുകയും ജയിലറുകളിൽ അടയ്ക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ ഊർജം സമാഹരിച്ചിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി നേരിട്ടിട്ടുള്ളത്. കാരണം പ്രത്യേകിച്ച് ജില്ലയുടെ അധ്യക്ഷനെ എന്ത് വില കൊടുത്തും താറടിച്ച് കാണിക്കുക എന്ന ലക്ഷ്യമാണ് CPM-നുള്ളത്. കാരണം തൃശ്ശൂരിന്റെ ചരിത്രത്തില്, കേരളത്തിന്റെ ചരിത്രത്തില് ഒരു പാർലമെന്ററി സീറ്റില് BJP ജയിച്ചിട്ടുണ്ടെങ്കിൽ സാംസ്കാരിക നഗരിയിലാണ്, അത് തൃശ്ശൂരാണ്. സുരേഷ് ഗോപി ജയിച്ചതോടുകൂടി തന്നെ തൃശ്ശൂരില് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാളത്തിൽ നിന്ന പല പ്രവർത്തകരും അവരുടെ പ്രാഥമിക അംഗത്വം വരെ ബഹിഷ്കരിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് കരുവന്നൂർ വിഷയത്തില് അനീഷ് കുമാറും ജില്ലാ ടീമും ഒപ്പം തന്നെ സംസ്ഥാന നേതാക്കന്മാരും തൃശ്ശൂരുള്ളവരടക്കം ഉള്ളവര് ശക്തമായ സമര പ്രതിരോധത്തിന് തയ്യാറായി. ജനങ്ങളുടെ കൂടെ നിന്നു, ജനകീയ സമരം ഏറ്റെടുത്തു. ആ ജനകീയ സമരം വിജയിച്ചത് സുരേഷ് ഗോപിയിലൂടേതാണ്. അതുകൊണ്ട് ആ സമരം BJP തുടരുക തന്നെ ചെയ്യും. ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഒരു ജനകീയ സമരം തുടരുക തന്നെ ചെയ്യും. അനീഷ് കുമാറിനെതിരെ കള്ളക്കേസ് എടുത്തത് കൊണ്ട് ഇവിടുത്തെ സാധാരണ പ്രവർത്തകർക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധ്യമല്ല. ഒരുപാട് ആത്മാർത്ഥമുള്ള പ്രവർത്തകര് ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ ലക്ഷക്കണക്കിന് പ്രവർത്തകരുണ്ട്. പിണറായി വിജയൻ സൂക്ഷിക്കുക, CPM ശ്രദ്ധിക്കുക. ലക്ഷക്കണക്കിന് പ്രവർത്തകരെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ
കൊണ്ട് അടക്കേണ്ടി വരും. എന്നാലും ഈ സമരം ഞങ്ങൾ നിർത്തുകയില്ല. ഇത് പ്രസ്ഥാനത്തിനോട് ചാരി നിൽക്കുന്ന കൂറുള്ള ഒരുപാട് പ്രവർത്തകര് ചെയ്യുന്ന സമരമാണ്, സഹന സമരമാണ്. അതിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് തൃശ്ശൂര്. ഇപ്പോ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ ഒരു ഭയമാണോ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ CPM-നെ പ്രേരിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം സംസ്ഥാന തലത്തില് CPM അന്വേഷണ കമ്മീഷനെ നിശ്ചയിച്ചിരിക്കുകയാണ്. കാരണം BJPക്ക് വോട്ട് വർധനവ് വന്നു. കാരണം ജനകീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതില് കേന്ദ്ര സർക്കാർ വിജയിച്ചു. ഒപ്പം തന്നെ കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങള് ജനമനസാക്ഷിയെ തട്ടുണർത്തിക്കൊണ്ട് സമരരംഗത്തേക്ക് ഇറങ്ങി വന്ന പ്രസ്ഥാനമുണ്ടെങ്കിൽ കേരളത്തിലെ കഴിഞ്ഞ കാലങ്ങളിൽ BJP ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് കേരളത്തിലെ ജനങ്ങള് തൃശ്ശൂര് തന്നെങ്കിൽ നാളെ കേരളവും തരും. പല കോർപ്പറേഷനുകളും BJPയുടെ കൈകളിൽ വരും. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ BJP അതിന്റെ വെന്നിക്കൊടി പാറിപ്പിക്കും. കോർപ്പറേഷൻ ഭരണം BJPയുടെ കൈകളിൽ എത്തിക്കുവാൻ ഇതാ സമയം സമാഗതമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നമ്മുടെ KK അനീഷ് കുമാറിനെ പോലെ തന്നെ BJPയുടെ മറ്റ് കാര്യകർത്താക്കളെയും ഇതുപോലെ കേസിൽ പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഞങ്ങള് ഏത് സമരം ചെയ്താലും അന്ന് ഞങ്ങളുടെ സംസ്ഥാന നേതാക്കന്മാര്, ജില്ലാ നേതാക്കന്മാര്, B ഗോപാലകൃഷ്ണൻ, A നാഗേഷ്, അനീഷ് കുമാർ അടക്കമുള്ളവര്, എന്തിനു പറയുന്നു, ഞങ്ങളുടെ തലമുതിർന്ന നേതാവ് ശ്രീധരൻ മാഷെ അടിയന്തരാവസ്ഥ കാലത്ത് കൽത്തുറങ്കിൽ അടിച്ചു. ഇവിടെ M ഉണ്ണികൃഷ്ണൻ, മുൻ മണ്ഡലം പ്രസിഡന്റ്, മൂത്തേടത്ത് ഉണ്ണികൃഷ്ണനെ ജയിലിൽ കൊണ്ടിട്ടു. സേതുവേട്ടനെ, RSSന്റെ പ്രചാരകായ സേതുവേട്ടനെ അടിയന്തരാവസ്ഥ കാലത്ത് കോർപ്പറേഷന്റെ മുന്നില് പോലീസിന്റെ കോൺഗ്രസിന്റെ പോലീസ് ചവിട്ടിയരച്ച കാലഘട്ടമുണ്ടായിരുന്നു. അവരെ കണ്ടുകൊണ്ടാണ്, അവരുടെ പ്രവർത്തനം കണ്ടുകൊണ്ടാണ് കാലങ്ങളായി ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അന്ന് ഞങ്ങൾക്ക് ഒരു കൗൺസിലർ ഉണ്ടായിരുന്നില്ല. അന്ന് ഇതേ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും ഞങ്ങളോട് ചോദിക്കാമായിരുന്നു, ഒരു മെമ്പർ ഇല്ലാത്ത നിങ്ങളാണോ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന്. അന്നും ഞങ്ങളുടെ ഉള്ളില് ഈ ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങള് തൃശ്ശൂരിൽ വളരും, കേരളത്തിൽ വളരും. ഇന്ന് തൃശ്ശൂരില് 6 കൗൺസിലർമാരുണ്ട്. 5-6 സ്ഥലത്ത് 2ാം സ്ഥാനമുണ്ട്. ഇതാ ഞങ്ങൾ അടുത്തത് തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ഈ ഒരു സമയത്ത് BJPയുടെ ജില്ലാ അധ്യക്ഷനാണല്ലോ ഇപ്പോ കേസിലകപ്പെട്ടിരിക്കുന്നത്, ഇതിലൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഇത്തരത്തിൽ കള്ളക്കേസുകൾ എടുക്കുന്നത് ആദ്യമായിട്ടല്ല. നിരവധി തവണ നമ്മളുടെ ജില്ലാ അധ്യക്ഷൻ, അതുപോലെ സമാരാധരായ നേതാക്കന്മാർ എന്ത് സമരം നടത്തിയാലും അതിനെതിരെ കള്ളക്കേസുകൾ എടുക്കുന്നത് ആദ്യമായിട്ടല്ല. പക്ഷെ ഇപ്രാവശ്യം CPM-ന്റെ നിരവധി വോട്ടുകൾ സുരേഷ് ഗോപിക്ക് കിട്ടിയതിലുള്ള ആ ഒരു അവരെ ഉള്ളിൽ തന്നെ, അവരുടെ സംഘടനയുടെ ഉള്ളിൽ തന്നെ നിരവധി പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഏത് വിധേനയും തടയിടാൻ വേണ്ടി ഇത്തരത്തിൽ കള്ളക്കേസുകൾ എടുക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ്. അതുകൊണ്ട് ഒരു ജില്ലാ അധ്യക്ഷനെതിരെ 107 കേസ് എടുത്തുകൊണ്ടോ നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ കള്ളക്കേസ് എടുത്തതുകൊണ്ടോ ഈ പാർട്ടിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിരവധി സമരങ്ങൾ നേരിട്ടിട്ടുള്ള അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ 2010 യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ നിരവധി സമരങ്ങൾക്ക് നേരിട്ട് നേതൃത്വം നൽകിക്കൊണ്ടാണ് ഞങ്ങളൊക്കെ അന്ന് യുവമോർച്ച ജില്ലാ ഭാരവാഹികളായിരുന്നു. അപ്പോൾ അന്നു മുതൽ തന്നെ പാർട്ടിക്ക് വേണ്ടി നിരവധി സമരങ്ങൾ നയിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിനെ ഒരു 107 കേസ് എടുത്തുകൊണ്ടോ, അതുപോലെ തന്നെ ആൾക്ക് ജാമ്യമില്ലാ വകുപ്പുകൾ ഇട്ടുകൊണ്ട് കേസ് എടുത്തുകൊണ്ടോ ഈ പാർട്ടിക്ക് ഒന്നും വരാൻ പോകുന്നില്ല. അത് ജനം ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ളതിനുള്ള തെളിവാണ് ഇപ്രാവശ്യം സുരേഷ് ഗോപി 75,000 ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുള്ളത്. അത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, ഈ കോർപ്പറേഷനായാലും ഇനി വരാൻ പോകുന്ന നിയമസഭയായാലും ഞങ്ങൾ ഇപ്രാവശ്യം ഈ ലോകസഭയിലുള്ള മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളും ജയിക്കാനുള്ള പ്രവർത്തനം ഇന്നേ മുതലേ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ അതിലുള്ള ചെറിയ ഒരു ഇതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നുള്ളൂ.
എന്തായാലും ഞങ്ങളെ അധ്യക്ഷനെതിരെ ഇത്തരത്തിൽ കള്ളക്കേസുകൾ എടുത്ത് കൊണ്ടുവന്നും ഞങ്ങൾ അങ്ങനെ പതറാൻ പോകുന്നില്ല. എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ സമര പോരാട്ടങ്ങളായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ചേട്ടാ നമസ്കാരം. എങ്ങനെ കാണുന്നുണ്ട് ഈ ഒരു സമയത്ത്? പറയുകയാണെങ്കിൽ സത്യത്തില് വിറളി പൂണ്ട CPM-ന്റെ കാടത്തം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും ഈ സംരംഭത്തെ. കാരണം ജില്ലാധ്യക്ഷനായ സമാരാധ്യനായ KK അനീഷ് കുമാർ ജനമധ്യത്തിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ തിരിച്ചറിയുകയുണ്ടായി. പക്ഷേ തൃശ്ശൂരിലെ അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഒത്താശ അനുസരിച്ച് പ്രവർത്തിക്കുന്ന പോലീസിനെ നിയന്ത്രിക്കാനാകാതെ നട്ടംതിരിയുന്ന ഭരണകൂടം, ഇതെല്ലാം ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്ന പ്രത്യക്ഷമായ ഒരു തെളിവാണ് ഇന്നലെ ഉണ്ടായ 107 എന്ന കേസ്. അതും ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാധ്യക്ഷനെതിരെ അടുത്തു വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലേക്കും അത് കഴിഞ്ഞു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുമുള്ള ഒരു തടയിടൽ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം എന്നാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത് ബലിദാനികളുടെ മണ്ണാണ്. കടന്നുപോയവരെ സ്മരിച്ചുകൊണ്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘം പകർന്നു കൊടുത്ത പോരാട്ട വീര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ ജില്ലാ അധ്യക്ഷൻ മുന്നിൽ നിന്ന് നയിക്കുന്ന ഏത് കാര്യത്തിലും വിശ്വസ്തയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഒപ്പം 100% പൂർണ്ണ സമ്മതത്തോടുകൂടി ജയിലുകളിലേക്ക് കടന്നു ചെല്ലാൻ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് പ്രവർത്തകർ കൂടെ ഉണ്ടാകും. വിശ്വസ്തത ആണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. ഏത് കാര്യത്തിനും എപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലാനും നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാനും അദ്ദേഹം കൂടെ ഉണ്ട് എന്ന വിശ്വാസമാണ് ഞങ്ങളെ അദ്ദേഹത്തിന് വേണ്ടി പോരാടാനും സംഘടനയ്ക്ക് വേണ്ടി നിലകൊള്ളാനും പ്രേരിപ്പിക്കുന്നത്. തൃശ്ശൂരിലെ ജനത ഉള്ളിടത്തോളം കാലം KK അനീഷ് കുമാറിനെ എന്നല്ല, ഭാരതത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു നേതാവിൻ്റെ ശരീരത്തിൽ പോലും ഒരു തുള്ളി മണ്ണ് വാരിയിടാൻ ഇനി മറ്റൊരു പ്രസ്ഥാനങ്ങളെയും അനുവദിക്കില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. തൃശ്ശൂരിലെ BJP ജില്ലാധ്യക്ഷനായിട്ടുള്ള KK അനീഷ് കുമാറിനെതിരെ വലിയ തരത്തിലുള്ള ഗൂഢാലോചന നടന്നതിന്റെ ഭാഗമാണ് അദ്ദേഹത്തിന് എതിരെ വന്നിരിക്കുന്ന നിലവിലെ ഈ 107 അടക്കമുള്ള കേസുകൾ. അപ്പോൾ വരുന്ന സമയങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പായിക്കോട്ടെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പായിക്കോട്ടെ, ഇതിലെല്ലാം വലിയ ഒരു പോരാട്ടം നടത്തി വിജയിക്കാനുള്ള സാധ്യത BJPക്ക് ഉണ്ട് എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് CPM നേതൃത്വം ഇങ്ങനെ ഒരു ഗൂഢാലോചന കൃത്യമായിട്ട് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ BJPയുടെ ജില്ലാ പ്രവർത്തകർ അല്ലെങ്കിൽ ജില്ലയിലെ പ്രവർത്തകർ കാര്യകർത്താക്കളൊക്കെ നമ്മോട് പ്രതികരിച്ചത്. വരും ദിവസങ്ങളിൽ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾക്ക് കണ്ട് മനസ്സിലാക്കാം. പുതിയ വീഡിയോകളായിട്ട് നിങ്ങളെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നു. വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.